നമസ്കാരം. ഞാൻ അഷ്ടമൂർത്തി സതജ്യോതിഷം ആചാര്യൻ തെക്കേ നമ്പൂതിരിയാണ്. ഒരുപാട് പേരെ ചോദിക്കുന്നു നമ്മളിവിടെ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പം നിങ്ങൾ വിളിക്കുന്ന വ്യക്തികളുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഫോൺ ആരാണോ അറ്റൻഡ് ചെയ്യുന്നത്, വാട്സപ്പിൽ കൂടെ ആയാലും ഇതിൽ കൂടെ ആയാലും അവരൊന്ന് ഉത്തരം തരും. കാരണം അതിന് വേണ്ട ഒരു പരിജ്ഞാനമുള്ളവർ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നെ ഓൺലൈനിൽ കിട്ടിയാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അവരത് നിർദ്ദേശം തരും. നേരിട്ട് എൻ്റെ പരിഹാരം കാണേണ്ട സീരിയസ് പ്രോബ്ലം, അത്രയും വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അവരതിനും വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഇവിടെ പ്രേമാവശ്യങ്ങൾ എടുക്കാറില്ല, പരമാവധി നമ്മൾ എടുക്കാറില്ല. അതുപോലെ അകൽച്ചാ കർമ്മങ്ങൾ, അതിന് ദമ്പതികളെ പിരിക്കുന്ന കർമ്മങ്ങളും വളരെ അപൂർവമായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷെ കാരണം നൊന്ത് പ്രസവിച്ച അച്ഛനമ്മമാരെക്കാളും വലുതല്ല ഇന്നലെ കണ്ട കാമുകൻ എന്ന് കരുതുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. കാരണം അച്ഛനമ്മമാർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഏത് തൊഴിൽ തടസ്സം വന്നാലും അല്ലെങ്കിൽ ദാമ്പത്യ ദുരിതങ്ങൾ ഉണ്ടായാലോ, ശത്രുദോഷങ്ങൾ വന്നാലോ, ബാധാദുരിതങ്ങൾ വന്നാലോ, കൈവശ ദോഷങ്ങൾ വന്നാലോ, ധനപ്രശ്നങ്ങൾ, ധനാഭിവൃദ്ധിയുടെ പ്രശ്നങ്ങൾ വന്നാലോ, അതിനൊക്കെ നമ്മളുടെ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. എത്ര ശക്തമായ ബാധ വന്നാലും നമ്മൾ അതിനിവിടെ തടയാറുണ്ട്. അതിനുവേണ്ട ഉപാസനാവിദ്യകളും കാര്യങ്ങളും നമുക്കവിടെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെല്ലാം നമ്മൾ തയ്യാറുമാണ്, നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് പറയുന്നു, കാമമായി നിൽക്കുന്ന പ്രേമം അതിന് നമ്മൾ കൊടപിടിക്കാറില്ല, നമ്മൾ ഒരിക്കലും അതിന് കൂട്ടി നിൽക്കാറില്ല. പരമാവധി ദമ്പതികളെ പിരിക്കാനും നമ്മൾ നോക്കാറില്ല. അവർ യോജിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് നമുക്ക് സന്തോഷം. അതുകൊണ്ട് നമ്മൾ അതിനാണ് നിൽക്കാറ്. നാം അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും നിൽക്കാറുള്ളൂ. അത് ബാധ ദുരിതങ്ങൾ ഏത് തന്നെയായാലും നമുക്ക് വിഷയമല്ല. ദാമ്പത്യ ദുരിതങ്ങളിൽ ഇങ്ങനത്തെ ആയാലും നമുക്ക് നേരെയാക്കാവുന്ന സന്താന ദുരിതങ്ങൾ വരുമ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. പല രോഗങ്ങളും കൊണ്ടുവരുന്നതിന് ഞാൻ പറയാറുണ്ട്, ഇപ്പൊ പൂജ കൊണ്ട് മാത്രം മുഴുവൻ മാറുമെന്ന് ഞാൻ പറയാറില്ല. ചിലത് അതുകൊണ്ട് മാറുക, ചിലതൊക്കെ നമുക്കൊരു മരുന്ന് ഫലിക്കുന്ന കണ്ടീഷൻ എത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള മരുന്ന് ഫലിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിലുള്ള അവസ്ഥ നമുക്ക് പലർക്കും വരാം. ആ അവസ്ഥയിൽ നിന്ന് മരുന്ന് ഫലിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിനാണ് നമ്മളത് പറയുന്നത്. നമ്മൾ പരമാവധി 99% നമ്മളിവിടെ ചെയ്യുന്ന സാത്വിക കർമ്മങ്ങൾ തന്നെയാണ്. 1% മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമായി ഭാവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സാത്വികതയിൽ ചെയ്താലും നീചകർമ്മമായി കണക്കാക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഞാനതിനെ അങ്ങനെ പറയുന്നത്. നമ്മൾ പരമാവധി ആർക്കും ദ്രോഹം വരാത്ത രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ കൂടിയോ അല്ലെങ്കിൽ നേരിട്ടോ ഇതിൽ എടുക്കുന്ന ജീവനക്കാരോട് സംസാരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ സത്യസന്ധമായിട്ട് 100% വേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്യുക. അതിൽ സംശയമില്ല. നമുക്ക് ചെയ്യാവുന്ന ഏത് കർമ്മങ്ങളും നമ്മൾ അത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, അതൊരു അഡ്ജസ്റ്റ്മെന്റ്, ആ പരിപാടികൾക്ക് നമുക്കറിയില്ല. കാരണം ആ ഉപാസനാമൂർത്തി നമ്മളെ പിന്നീട് അവസാനം നമുക്കെതിരെ തിരിയുന്നൊരവസ്ഥ വരും. അതുപോലെയാണ് ഇവിടെയുള്ള ദേവതകളെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കുക. തിരുമേനി ഞാനത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് തരാം അമ്പലത്തിലേക്ക് എന്ന് പറയുന്ന ആ ഒരു ദാസ്യവേല പരിപാടി നമ്മൾ ചെയ്യാറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇന്ന പൂജ ചെയ്താൽ ഇന്ന ഫലമുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നത് ഭഗവാന് വേറെ എക്സ്ട്രാ സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കാം, വിരോധമില്ല. എന്റെ ഉപാസനാമൂർത്തികൾ എന്ന് പറയുന്നത് പ്രധാന ഉപാസനാമൂർത്തി ദേവത അർദ്ധനാരീശ്വരനാണ്, പ്രത്യങ്കരയാണ്, രേണുകാ പരമേശ്വരിയാണ്, ബംഗുളാമുഖിയാണ്, സുബ്രഹ്മണ്യനുണ്ട്, ഹനുമാനുണ്ട്, പൂർണ്ണത്രൈശനുണ്ട്, ഭദ്രകാളിയുണ്ട്, ശ്രീചക്രണ്ട്, ശനീശ്വരോപാസനയുണ്ട്. അതിനൊക്കെ പ്രധാനമായിട്ട് തന്നെ ബാധാവേർപാടുകൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഗഡ്ഗരാവണനുണ്ട്, കാലഭൈരവനുണ്ട്, ഗരുഡനുണ്ട്, അതുപോലെ തന്നെ ആദിത്യനുണ്ട്, ധൂമാവതിയുണ്ട്, ബംഗളാമുഖിയുണ്ട്, അഷ്ടയക്ഷിണികളുണ്ട്. അതുപോലെ തന്നെ മലവാര സേവാമൂർത്തികൾ ചിലരുണ്ട്, സ്വാത്വികമായിട്ടുണ്ട് എൻ്റെ കൂടെ ആയിട്ട്. അതുപോലെ എന്താ പറയാ, കല്ലടിക്കോട് ബന്ധപ്പെട്ട ചില സേവകൾ സ്വാത്വികമായിട്ട് കൂടെയുണ്ട്. പൊന്നമ്പലത്ത് തമ്പുരാന്റെ ഒരു സങ്കല്പമുണ്ട്, ദേവഗുരു ബൃഹസ്പതിയുടെ ഉണ്ട്. അങ്ങനെ 63ഓളം പ്രധാന ദേവതാ സങ്കല്പങ്ങളെ സേവിക്കുകയും കൂടെ കൊണ്ടിടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചില മറ്റ് ഗുരുക്കന്മാർ ഉപദേശിച്ച എന്ന രഹസ്യവിദ്യകളുടെയും സഹായങ്ങളുണ്ട്. ഈ ഭൂമി നാഗങ്ങൾക്കും ആകാശം ഗരുഡനും വിട്ടുകൊടുത്ത് സേവിക്കുന്ന ഒരു സ്ഥലമാണത്.
വിശ്വാസികൾക്ക് ഇവിടെ നിന്ന് ഫലമുണ്ട്. അവിശ്വാസികൾക്കും അന്ധവിശ്വാസികൾക്കും അല്പവിശ്വാസികൾക്കും ഫലം കിട്ടുമെന്ന് ഞാൻ പറയില്ല. കാരണം ചിലർ പലരും പരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് തക്കുന്നവരാ. അവർക്ക് ഫലം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം മുറുക്കുമ്പോൾ പിടിക്കുകയാണെങ്കിലും മുറുക്കി പിടിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ദേവന്മാർക്ക് നമ്മളൊന്നും ചെയ്യരുത്, പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഗംഭീരമായിട്ട് കിട്ടണം. അത് നടന്നുകൊള്ളാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു പരിഹാരം പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ ക്ഷേത്ര വഴിപാടിൻ്റെ നിങ്ങളിപ്പോൾ ഫോണിൽ വിളിച്ചൊരു സങ്കടം പറയുമ്പോൾ നമ്മളിവിടുന്ന് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണെങ്കിലും അത് ചെറിയ കാര്യങ്ങളാകുമ്പോൾ അവർക്കത് കുറേ കാലം കേട്ടും പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ഇന്നത് മതി എന്നറിയാവുന്നത് കൊണ്ട് അവർ പറയുന്നത് അതായിരിക്കും. അത് ചെറിയ ചെറിയ പരിഹാരമായിരിക്കും. പക്ഷെ അതും അത് ക്ഷേത്രത്തിൽ പോകാനുള്ള മെനക്കെടാനുള്ള മനസ്സും അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ആ വഴിപാടുകൾ ചെയ്യാനുള്ള പരിശ്രമമൊക്കെ വേണം. അപ്പം നമ്മളതിന് ബുദ്ധിമുട്ട് തന്നെ വേണം. ഞാനിതൊന്നും ബുദ്ധിമുട്ടില്ല, എനിക്കൊരു കഷ്ടപ്പെടാനും പറ്റില്ല, പക്ഷെ ഈശ്വരൻ എനിക്കെല്ലാം കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ നടന്നൊന്നും വരില്ല. അപ്പം നേരെയാവണം എന്നാഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അഷ്ടമൂർത്തി ക്ഷേത്രം സിദ്ധജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ എൻ്റെ ശിഷ്യന്മാരുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെച്ച് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. അവർക്ക് പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് എന്നിലേക്ക് അവരത് കണക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമഃശിവായ. നമസ്കാരം.